ദേയ് ആ ഇതെന്താ ഇവിടെക്കണേ? വെറുതെ വന്നതാ. ഇന്നെന്താ കേറിയില്ലേ വൈകി? അമ്പലത്തില്? ഞാൻ കേറി. വൈകിയ? ആ ഒരിച്ചിരി. രാവിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് പറ്റൂ. ബാക്കിയൊക്കെ ഈശ്വരന്റെ കയ്യിലല്ലേ. 7-8 കൊല്ലായില്ലേ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഏ ഒരു നാൾ തിരിച്ചു വരും. ആര്? ദേവിയുടെ ഭർത്താവോ? അപ്പൊ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ കിട്ടിയത് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊന്നും വിശ്വസിക്കുന്നില്ല. 8 വർഷം കഴിഞ്ഞില്ലേ ആള് പോയിട്ട്. 7 വർഷത്തിന് മുകളിലൊക്കെ ഒരാൾ മിസ്സിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ആള് തിരിച്ചു വരുമോ? എത്ര വർഷമാണെങ്കിലും എൻ്റെ ദേവി കൊണ്ടുവന്നാക്കി തരും എൻ്റെ മുന്നിൽ. നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പേ ഞാൻ കാത്തിരിക്കണല്ലേ. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുക. ദേവി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഇതുവരെ കല്യാണം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. എത്ര തവണ ഞാൻ പറയണത് മനസ്സിലാവും? ശരി, ദേവി, മുന്നേ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു തീരുമാനമില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും വേണ്ട. ചേച്ചി, എന്താ നേരം വൈകിയേ? ഒന്നുമില്ല, കുറെ നേരം വൈകിയല്ലോ. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിയാനേ വൈകി. ആണല്ലേ. പിന്നെ ഉം. എൻ്റെ വിസ വന്നിട്ടുണ്ട്. ബിസിയോ? 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് ടിക്കറ്റും വരും. ആണല്ലേ. ഉം. പിന്നെ ആ സന്തോഷേട്ടൻ്റെ അമ്മയും അമ്മാവനും തറവാട്ടിൽ വന്നിട്ടുണ്ടായി. അന്ന് ചേച്ചീനെ 2 വട്ടം അവിടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞു. ചേച്ചീൻ്റെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞു. പിന്നെ അവര് നേരത്തെ വന്ന് നമ്മളോട് പറഞ്ഞതല്ലേ. സുജിൻ ചേട്ടൻ പോയിട്ട് ഇപ്പൊ 9 കൊല്ലം കഴിഞ്ഞില്ലേ ചേച്ചി. ഇനിയും കാത്തിക്കണോ? 9 50 കൊല്ലാണെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനാണെങ്കിലും അവിടെ പോയി മുമ്പ് അന്വേഷിച്ച കാര്യമൊക്കെ ചേച്ചിക്ക് അറിയണല്ലേ. സുജിൻ ചേട്ടൻ ഇപ്പം ഒന്നുമില്ല ചേച്ചി. എല്ലാരും പറഞ്ഞു ഓട്ടോടാ, നീ കൂടി. ചേച്ചി ഒന്ന് ചേച്ചി ഇനിയിപ്പോൾ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് ഇവിടെ ആരാ ഉണ്ടാവുക? അമ്മയ്ക്കും വയ്യ. ചേച്ചിയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഈ വീട്ടില്. ചേച്ചി ഇപ്പോൾ ആരോഗ്യം ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചേച്ചി. ചേച്ചി അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആരും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വയസ്സും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അമ്മാവനും ഒക്കെ തന്നെ പറയണേ. ആർക്കും വന്നു പോകാനും ഇതാക്കാനൊക്കെ അതിനൊക്കെ ഒരു പരിധിയില്ലേ. വയസ്സാവുമ്പോഴാണ് പിന്നെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരിക. കുറച്ചു കാലം കൂടെ നമുക്ക് നോക്കാടാ, ചിലപ്പോ വന്നാലോ. എന്താ ചേച്ചി, ഞാൻ ചേച്ചിനോട് മുമ്പ് ബോംബെയിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. അങ്ങനെ ഇനി കാത്തിരിക്കല്ലേ ചേട്ടനെ. കാരണം ചേച്ചി എന്താണേലും എന്താ പറയാ, പോകുന്നതിന് മുമ്പ് ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. ചേച്ചി ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയണമല്ലേ. സന്തോഷേട്ടനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആലോചന വരുന്നത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ഒന്ന് മനസ്സിലാക്ക്. പുള്ളിക്കാണെങ്കിലും ചേച്ചിനോട് നല്ല താല്പര്യമുണ്ട്. പുള്ളി നല്ലപോലെ നോക്കുകയും ചെയ്യും. അതാ നല്ലേ. ചേച്ചി ഒന്ന് മനസ്സിലാക്കുക ചേച്ചി. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയില്ലല്ലോ. അതാ നല്ലത്. സുജിൻ ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് കാത്തിരിക്കല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. കാരണം അമ്മാവനും എല്ലാവരും എന്നോട് തന്നെ പറയണേ. മനസ്സിലാക്കി ചേച്ചി. ചേച്ചി എന്നെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിക്ക്. ആരാളെ ചേച്ചിക്ക്? കാരണം പോവല്ലാതെ വേറെ നിവൃത്തിയില്ല. ചേച്ചിയാണെങ്കിൽ തറവാട്ടിൽ വന്ന് ഇരിക്കുകയല്ല. പിന്നെ ചേച്ചിനോട് ബുദ്ധിമുട്ടൊക്കെ പറയുന്നതിന് ഇതൊക്കെ നമുക്കൊരു അതുകൊണ്ടാ ചേച്ചി. അമ്മയില്ല,
വേറെ ആരും ഇല്ലല്ലോ നമുക്ക്. പോവല്ലാതെ വേറെ നിവൃത്തിയുമില്ല. അറിയുന്നല്ലേ ചേച്ചി കടങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ. ചേച്ചി ഇനി ഒരു നോ പറയരുത് പ്ലീസ്. പറയാം. ചേച്ചി ഒന്ന് ആലോചിക്കും. ചേച്ചി ഞാൻ എന്നാ ഇറങ്ങട്ടെ ചേച്ചി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ല, ഈ വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത് കാണാനാണോ ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? അപ്പോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഓക്കെ ആയില്ലേ? എൻ്റെ അറിയട്ടെ എത്രയും പെട്ടെന്ന് എൻ്റെ കൺമുന്നിലേക്ക് വെച്ച് അമ്മേ ദേവി മഹാമായി കാത്തുരക്ഷിക്കണേ. എവിടെയായിരുന്നു ഇത്രയും കാലം? ദേവി അമ്മേ എന്നെ കാത്തിരിക്കുന്നു. ഹരിയേട്ടൻ എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ എത്ര കാത്തിരുന്നു ഹരിയേട്ടാ. ക്ഷമിക്കണം. വാ ഹരിയേട്ടാ, നമുക്ക് വീട്ടിൽ പോ. വാ.